ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. നമ്മുടെ ലെവൽ 16 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പ്രത്യേക ക്ലാസ് വാഹനങ്ങൾക്കായി ഒരു പാത അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മറ്റു വാഹനങ്ങൾ എന്തു ചെയ്യണം? ഇതിൻ്റെ ഓപ്ഷൻസ്: ലൈനിൽ വാഹനങ്ങളില്ലെങ്കിൽ പാത ഉപയോഗിക്കാം, അടയാളം നിർദ്ദേശിച്ചാൽ മാത്രമേ ആ പാതയിൽ വാഹനം ഓടിക്കാം, ആ ലൈനിൽ ഒട്ടും ഡ്രൈവ് ചെയ്യരുത്, ആ പാതയിലൂടെ കുറച്ച് ദൂരം ഓടിക്കുക. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ആ ലൈനിൽ ഒട്ടും ഡ്രൈവ് ചെയ്യരുത്. അടുത്ത ചോദ്യം നോക്കാം. ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി എത്ര? 3 മാസം, ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത് വരെ 6 മാസം, 1 വർഷം. അതായത് നിങ്ങൾ ലേണേഴ്സ് ലൈസൻസ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് അത് എത്ര കാലാവധി ഉണ്ട് അതിന് എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ 8 എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 8 ആണോ 8 ആണോ ഏതാണെങ്കിലും നമ്മൾ ആ കാലാവധിക്കുള്ളിൽ നമ്മൾ ആ ഒരു ടെസ്റ്റിന് ഹാജരായിരിക്കണം. അതിൻ്റെ ഉത്തരം 6 മാസമാണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. PUCC എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ ക്യാൻസലേഷൻ, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ അണ്ടർ ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്. ഇതിൻ്റെ ആൻസർ ബി ആണ്, പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്. നാലാമത്തെ ചോദ്യം. ഒരു കാർ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്ന കുറഞ്ഞ പ്രായം ഏതാണ്? 20 വയസ്സ്, 15 വയസ്സ്, 16 വയസ്സ്, 18 വയസ്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, 18 വയസ്സ്. അഞ്ചാമത്തെ ചോദ്യം. നിങ്ങളൊരു മോട്ടോർ സൈക്കിൾ അപകട സ്ഥലത്ത് എത്തുന്നു. മറ്റ് വാഹനങ്ങളൊന്നും ഉൾപ്പെട്ടിട്ടില്ല. റൈഡർ അബോധാവസ്ഥയിൽ റോഡിന്റെ നടുവിൽ കിടക്കുന്നു. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഓപ്ഷൻസ്: റൈഡറെ റോഡിൽ നിന്ന് നീക്കുക, മറ്റു ട്രാഫിക്കിന് മുന്നറിയിപ്പ് നൽകുക, അവശിഷ്ടങ്ങൾ റോഡിൽ നിന്ന് മാറ്റുക, റൈഡർക്ക് ഉറപ്പ് നൽകുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മറ്റു ട്രാഫിക്കിന് മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആറാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ വാഹനങ്ങളിൽ മുൻഗണന ഏത് വാഹനങ്ങൾക്ക്? പോലീസ്, ബസ്, എമർജൻസി വാഹനം, ഇരുചക്ര വാഹനം. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി, എമർജൻസി വാഹനങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. ഏഴാമത്തെ ചോദ്യമാണ്. ഒരു ഇരുചക്ര വാഹനത്തിൽ 2-ലധികം പേർ യാത്ര ചെയ്യുന്നത് ഗതാഗത തിരക്ക് കുറവായിരിക്കുമ്പോൾ അനുവദനീയം, നിയമലംഘനം, ചിലയിടങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്, അനുവദനീയമാണ്. ഇതിന്റെ ഉത്തരം ബി, നിയമലംഘനം. എട്ടാമത്തെ ചോദ്യം. പൊതുസ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസ്: നിയമവിരുദ്ധം, നിയമപരം, ചിലയിടങ്ങളിൽ അനുവദിച്ചു, ഗതാഗത തിരക്ക് കുറവായിരിക്കുമ്പോൾ അനുവദനീയമാണ്. ഇതിന്റെ ഉത്തരം നിയമവിരുദ്ധമാണ്, ഓപ്ഷൻ എ. ഒമ്പതാമത്തെ ചോദ്യം. ഒരു വാഹനം യു ടേൺ ചെയ്യുന്നത് എവിടെയാണ് നിരോധിച്ചിരിക്കുന്നത്? ഒരു റൗണ്ട് എബൌട്ടിൽ, ഒരു റോഡ് അടയാളമോ ട്രാഫിക് സിഗ്നലോ നിരോധിക്കുന്നിടത്ത്, ഒരു പാർക്കിംഗ് സ്ഥലത്ത്, ഒരു റെസിഡൻഷ്യൽ തെരുവിൽ. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി, ഒരു റോഡ് അടയാളമോ ട്രാഫിക് സിഗ്നലോ നിരോധിക്കുന്നിടത്താണ്. പത്താമത്തെ ചോദ്യം. വാഹനം വലത്തോട്ട് തിരിയുമ്പോൾ ഡ്രൈവർ എന്താണ് ഉറപ്പാക്കേണ്ടത്? ഓപ്ഷൻസ്: ഇന്റർസെക്ഷനിലെ ആദ്യത്തെ വാഹനം അവരാണ്, മറ്റു റോഡ് ഉപയോക്താക്കൾക്ക് മുൻഗണന നൽകുന്നതിന്, മറ്റുള്ളവരെ അറിയിക്കാൻ ഹോൺ ഉപയോഗിക്കുക, കാൽനട യാത്രക്കാർ ആരും ഇല്ല എന്ന്. ആൻസർ ഓപ്ഷൻ ബി ആണ്, മറ്റു റോഡ് ഉപയോക്താക്കൾക്ക് മുൻഗണന നൽകുന്നതിന്. 11ാമത്തെ നമ്മുടെ ചോദ്യം. നിങ്ങൾ റോഡിൽ വാഹനം ഓടിക്കുന്നതിനിടയിൽ മഴ പെയ്തു, എന്തു ചെയ്യണം? ഓപ്ഷൻസ്: വേഗത പകുതിയായി കുറയ്ക്കണം, മുന്നിലെ വാഹനത്തിൽ നിന്നും കൂടുതൽ അകലം പാലിക്കണം, പെട്ടെന്നുള്ള ബ്രേക്കിങ്ങും ആക്സിലറേഷനും ഒഴിവാക്കണം, മുകളിൽ പറഞ്ഞതെല്ലാം പാലിക്കണം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞതെല്ലാം പാലിക്കണം. ഇനി നമുക്ക് 12ാമത്തെ ചോദ്യം. വഴിയിൽ ഡ്രൈവിംഗ് പരിശീലന വാഹനം കണ്ടാൽ, അതായത് ലേണേഴ്സ് കിട്ടി
ഡ്രൈവിംഗ് പരിശീലനം തുടങ്ങുമല്ലോ, ആ ഒരു വാഹനം നിങ്ങൾ കണ്ടാൽ ഓപ്ഷൻസ്: ഹോൺ നിരന്തരമായി മുഴക്കണം, ഹെഡ്ലൈറ്റ് തെളിയിച്ച് മുന്നറിയിപ്പ് നൽകണം, വാഹനം വേഗത കുറിച്ച് ജാഗ്രതയോടെ സമീപിക്കണം, വേഗത കൂട്ടി പെട്ടെന്ന് കടന്ന് പോകണം. ആൻസർ ഓപ്ഷൻ സി ആണ്. വാഹന വേഗത കുറച്ച് ജാഗ്രതയോടെ സമീപിക്കണം. കാരണം അവർ പഠിക്കുന്നേ ഉള്ളൂ. 13ാമത്തെ ചോദ്യം: ഒരു മോട്ടോർ വാഹനത്തിലെ ആക്സിലേറ്ററിന്റെ പ്രാഥമിക ധർമ്മം എന്താണ്? ഓപ്ഷൻസ്: വാഹനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ, വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ, വാഹനത്തിന്റെ ദിശ മാറ്റാൻ, ബ്രേക്ക് ഉപയോഗിക്കാൻ. ഇതിന്റെ ആൻസർ വാഹനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാനാണ്. 14ാമത്തെ ചോദ്യം: ഒരു വാഹനത്തിന്റെ ദിശ മാറ്റുന്നതിന് താഴെ പറയുന്നവയിൽ ഏതിന്റെ ധർമ്മമാണ്? ഓപ്ഷൻസ്: ക്ലച്ച്, സ്റ്റിയറിംഗ്, ആക്സിലേറ്റർ, ബ്രേക്ക് പെഡൽ. ആൻസർ ഓപ്ഷൻ ബി, സ്റ്റിയറിംഗ് വീലാണ്. 15ാമത്തെ ചോദ്യം: മാനുവൽ ട്രാൻസ്മിഷൻ വാഹനത്തിലെ ക്ലച്ച് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസ്: എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക, ഗിയറുകൾ സുഗമമായി മാറ്റുക, വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കുക, ബ്രേക്കുകൾ ഉപയോഗിക്കുക. ഓപ്ഷൻ ബി, ഗിയറുകൾ സുഗമമായി മാറ്റുക എന്നതാണ് ഉത്തരം. മാനുവൽ ട്രാൻസ്മിഷൻ വാഹനത്തിലെ ഗിയർ ലിവറിന്റെ ഉദ്ദേശം എന്താണ്? ഓപ്ഷൻസ്: വാഹനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ, ബ്രേക്കുകൾ നിയന്ത്രിക്കാൻ, വാഹനത്തിന്റെ ദിശ മാറ്റാൻ, വാഹനത്തിന്റെ ഗിയർ മാറ്റാൻ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി, വാഹനത്തിന്റെ ഗിയർ മാറ്റാനാണ്. 17ാമത്തെ ചോദ്യം: വാഹനത്തിലെ ബ്രേക്ക് പെഡൽ പ്രഥമമായി ഉപയോഗിക്കുന്നത് എന്തിന്? ഓപ്ഷൻസ്: വാഹനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ, വാഹനത്തിന്റെ ദിശ നിയന്ത്രിക്കാൻ, നിർത്തുകയോ വേഗത കുറയ്ക്കുകയോ ചെയ്യാൻ, പാർക്കിംഗ് ബ്രേക്ക് ഇടാൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. നിർത്തുകയോ വേഗത കുറയ്ക്കുകയോ ചെയ്യുക. 18ാമത്തെ ചോദ്യം: എഞ്ചിൻ ബ്രേക്ക് എന്ന പദം സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: പാർക്കിംഗ് ബ്രേക്ക് ഉപയോഗിക്കുന്നു, ഗിയർ താഴ്ത്തി എഞ്ചിൻ കംപ്രഷൻ ഉപയോഗിച്ച് വാഹനത്തിന്റെ വേഗത കുറയ്ക്കുന്നു, വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ ബ്രേക്ക് പെഡൽ ഉപയോഗിക്കുന്നു, വീല് ലോക്കാകുന്നത് തടയാൻ ABS ഉപയോഗിക്കുന്നു. ഇതിന്റെ ആൻസർ 19ാമത്തെ ചോദ്യം: വാഹനങ്ങളിൽ സുഗമമായ പവർ സ്റ്റിയറിംഗ് നൽകാൻ ഇനി പറയുന്ന ഘടകങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത്? ഓപ്ഷൻസ്: ബ്രേക്ക് ഫ്ലൂയിഡ്, പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ്, ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ്, എഞ്ചിൻ ഓയിൽ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ്. ഈ ലെവലിലെ അവസാന ചോദ്യം: ഒരു വാഹനത്തിന്റെ ക്രൂയിസ് കൺട്രോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസ്: ബ്രേക്കിംഗ് സിസ്റ്റം നിയന്ത്രിക്കുക, ഗിയർ ഓട്ടോമാറ്റിക്കായി മാറ്റുക, ആക്സിലേറ്റർ അമർത്താതെ സ്ഥിരമായ വേഗത നിലനിർത്തുക, വാഹനം സ്റ്റിയർ ചെയ്യുക. ഇതിന് ആൻസർ ഓപ്ഷൻ സി, ആക്സിലേറ്റർ അമർത്താതെ സ്ഥിരമായ വേഗത നിലനിർത്തുക എന്നതാണ്. ഇപ്പോൾ 1 മുതൽ 15 വരെയുള്ള ലെവൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ ശേഷം ആ ലെവൽ കൂടി കണ്ടാൽ ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.